ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നലത്തെ ക്ലാസിൻ്റെ തുടർച്ച. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആയാത്ത് ദർസെ ഖുർആൻ ആശയ പഠന ക്ലാസ്സിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 61-ാമത്തെ അധ്യായമായ സൂറ അസ്-സഫാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തു സഫിലെ 6 സൂക്തങ്ങളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 7 മുതലുള്ള സൂക്തങ്ങൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അളമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹിൽ കദിബ വഹുവ യുദ്ആ ഇലൽ ഇസ്ലാം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സൂറത്തു സഫിലെ കഴിഞ്ഞ സൂക്തങ്ങളിൽ ഒടുവിലായിട്ട് 5-6 സൂക്തങ്ങളിൽ വേദസമൂഹം പ്രവാചകന്മാരോട് സ്വീകരിച്ച സമീപനങ്ങളെ കുറിച്ചാണ് പരാമർശിച്ചത്. മൂസ അലൈഹിസ്സലാമിനെ പല വിധത്തിൽ അവര് പീഡിപ്പിച്ചു. ഈസ അലൈഹിസ്സലാം അവരിലേക്ക് വന്നു. തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനും വരാനിരിക്കുന്ന ഒരു ദൈവദൂതനെ കുറിച്ച് സുവാർത്ത അറിയിക്കുന്നവനുമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി. പക്ഷേ ആ സുവാർത്ത അറിയിക്കപ്പെട്ട അഹ്മദ് അഥവാ മുഹമ്മദ് എന്ന പ്രവാചകൻ ആഗതനായപ്പോഴോ അവരെന്താ പറഞ്ഞത്? ഹാദാ സിഹ്റും മുബീൻ, ഇതാ വ്യക്തമായ ഒരു മാരണക്കാരൻ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ മനസ്സുകളെ മയക്കിക്കളയുന്നവൻ വന്നിരിക്കുന്നു എന്നവര് അതിനെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ചു. ഇനി 7-ാമത്തെ സൂക്തത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത ഇത്തരം പ്രവൃത്തികളുടെ ഗൗരവം ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 7-ാമത്തെ സൂക്തം ശ്രദ്ധിക്കാം. വമൻ അളമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹിൽ കദിബ വഹുവ യുദ്ആ ഇലൽ ഇസ്ലാം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അർത്ഥം ശ്രദ്ധിക്കാം. വമൻ ആരാണ്, ആരുണ്ട്, അല്ലം കൊടിയ അക്രമി, ലാലിം അക്രമിയാണ്, അതിൻ്റെ അതിവിശേഷണമാണ് അല്ലം. വമൻ അല്ലം കൊടിയ അക്രമി ആരാണ്? മിമ്മൻ ഒരാളെക്കാൾ, ഇഫ്തറ അവൻ കെട്ടിച്ചമച്ചു. മിമ്മൻ ഇഫ്തറ കെട്ടിച്ചമച്ചവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? അലല്ലാഹ് അള്ളാഹുവെ കുറിച്ച്, അൽ കദിബ് കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? വഹുവ അവനാകട്ടെ, യുദ്ആ അവൻ ക്ഷണിക്കപ്പെടുന്നുമുണ്ട്, ഇലൽ ഇസ്ലാം ഇസ്ലാമിലേക്ക്. അങ്ങനെ കള്ളം കെട്ടിച്ചമച്ച ആള് വഹുവ യുദ്ആ
അയാൾ ക്ഷണിക്കപ്പെടുന്നു. ദഅ യദ്ഉ ക്ഷണിച്ചു, വിളിച്ചു. ദുഇയ യുദ്അ വിളിക്കപ്പെട്ടു, ക്ഷണിക്കപ്പെട്ടു എന്നാണ്. വഹുവ യുദ്അ അവൻ ക്ഷണിക്കപ്പെട്ടുകൊണ്ടിരിക്കെ ഇലൽ ഇസ്ലാം ഇസ്ലാമിലേക്ക്. വല്ലാഹു അല്ലാഹു ആകട്ടെ ലാ യഹ്ദി അവൻ നേർവഴിയിലാക്കുകയില്ല അൽ ഖൗം ഒരു ജനത്തെ അല്ലാലിമീൻ അക്രമികളായ ജനത്തെ അല്ലാഹു തആല നേർവഴിയിൽ ആക്കുകയില്ല. ഒന്നുകൂടി അർത്ഥം ശ്രദ്ധിക്കാം. വമൻ അല്ലം കൊടിയ അക്രമി ആരാണ്? അത്ഭുതം കൂറുന്ന ശൈലിയിലുള്ള, അതിൻ്റെ ഗാംഭീര്യം സ്ഫുരിക്കുന്ന ഒരു ശൈലിയാണ്. മിമ്മൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ് അല്ലാഹുവെ കുറിച്ച് കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? വഹുവ യുദ്അ ഇലൽ ഇസ്ലാം അയാളാകട്ടെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ അക്രമികളായ ജനത്തെ അല്ലാഹു തആല നേർവഴിയിൽ ആക്കുകയില്ല. വളരെ കടുത്ത താക്കീദിന്റെ സ്വരം ഈ സൂക്തം ഉൾക്കൊള്ളുന്നുണ്ട്. വമൻ അല്ലം നമ്മൾ സൂറത്തുൽ ബഖറ മുതൽ ഏതാണ്ട് 15 തവണ ഈ ശൈലി മനസ്സിലാക്കിയിട്ടുണ്ട്. അതില് ഒടുവിലത്തെ സന്ദർഭമാണ് വമൻ അല്ലം ഇവിടെ സൂറത്തു സൊഫില് വരുന്നത്. എന്തൊക്കെയായിരുന്നു? വമൻ അല്ലം കൊണ്ട് തുടങ്ങിയ പ്രധാനപ്പെട്ട ചില വിഷയങ്ങള്. വമൻ അല്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ് ആരാധനാലയങ്ങളെ തടയുന്നവൻ, അവിടെ ആരാധന നിർവഹിക്കുന്നതിനെ തടയുന്നവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? സത്യസാക്ഷ്യം മറച്ചു വച്ചവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? ദൈവത്തിനുമേൽ വ്യാജ ആരോപണം നടത്തുന്നവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? ദൈവവചനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. അതിൽ ഒടുവിലത്തെ സന്ദർഭമാണ് ഇത് എന്ന് മനസ്സിലാക്കണം. വമൻ അല്ലം മിമ്മൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ് അല്ലാഹുവിന്റെ മേൽ വ്യാജം കെട്ടിച്ചമക്ക്. എന്താ ഉദ്ദേശിക്കുന്നത്? ഏകദൈവത്വം ഒരു സത്യമാണ്, ബഹുദൈവത്വം മിഥ്യയാണ്. ഇതാരാണ് സാക്ഷ്യപ്പെടുത്തിയത്? സാക്ഷാൽ പ്രപഞ്ചനാഥനാണ് ഇത് സാക്ഷ്യപ്പെടുത്തിയത്. ഇരുളും വെളിച്ചവും വേർതിരിച്ച് കാണിച്ചു തരുന്ന, രാപ്പകലുകളിലെ ദൃഷ്ടാന്തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയ അതേ പടച്ചവനാണ് ഈ സത്യവും അസത്യവും എന്താണെന്നുള്ളത് വേർതിരിച്ച് കാണിച്ചു തരുന്നത് അവനാണ്. എന്നിട്ടോ അതിനെ തള്ളിപ്പറഞ്ഞ് ദൈവത്തിന് സമന്മാരുണ്ട്, പങ്കാളികളും സഹായികളുമുണ്ട് എന്നൊക്കെ വാദിക്കൽ എന്താണ്? ആ ദൈവത്തിനുമേൽ വ്യാജം ആരോപിക്കലാണല്ലോ. സകല അധർമ്മങ്ങളുടെയും ഉറവിടമായ ഇത്തരത്തിലുള്ള നിലപാടുകള്, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ ഏകദൈവത്വമുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ എന്നിട്ടും അതിനെ തള്ളിപ്പറയാണ്. അതുവഴി അധർമ്മങ്ങളുടെ ഉറവിടമായിട്ട് ഇത്തരം വ്യാജ നിർമ്മിതികൾ മാറുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ ഏകദൈവത്വമുണ്ട്, ഇത് ബോധ്യപ്പെടുത്താൻ ദൈവം നിയോഗിച്ച ദൂതന്മാരെയും വേദങ്ങളെയും തള്ളിക്കളഞ്ഞ് അള്ളാഹുവിന് മേൽ കള്ളം കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. അതിനെ ആദർശവൽക്കരിച്ചിട്ട് കൊണ്ടാടുന്നതിനേക്കാൾ വലിയ അക്രമം മറ്റെന്തുണ്ട്? ബഹുദൈവത്വത്തെ ആദർശവൽക്കരിക്കുക, എന്നിട്ടത് ഘോഷിക്കുക എന്നതാണ് ലോകത്ത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അതിഗുരുതരമായ പ്രശ്നമായിട്ട് ഖുർആൻ കാണാൻ. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇന്നശ്ശിർക്കല മുൽമുൻ അളീം, ദൈവേതരമായ ജീവിത സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളും അവന് പങ്കാളികളുണ്ട് എന്ന ആരോപണവും ഒക്കെ എന്താണ്? മുൽമുൻ അളീമാണ്, അതിഗുരുതരമായ ക്രമം തെറ്റിക്കലാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പ്രപഞ്ചത്തിന്റെ നിയതമായ താളക്രമത്തിന് ഏൽപ്പിക്കുന്ന ഗുരുതരമായ അതിക്രമമാണത് എന്നാണ് അല്ലാഹു തആല ഇവിടെ സൂചിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ചേർത്ത് പറയുന്ന ഒരു കാര്യം, വഹുവ യുദ്അ ഇലൽ ഇസ്ലാം, ഇങ്ങനെ വ്യാജം കെട്ടിച്ചമക്കുന്ന ആൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ വന്നിട്ട്, പ്രവാചകൻ വന്നിട്ട്, വാ നീ സത്യത്തിലേക്ക് വാ, അസത്യത്തിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് അയാളെ വിളിച്ചുകൊണ്ടിരിക്കെയാണ്
അയാൾ ദൈവത്തിനെതിരിൽ വ്യാജം ആരോപിക്കുന്നത്. എന്ന് പറയുമ്പോൾ സത്യം അറിയാത്തത് കൊണ്ടല്ല, അറിയാൻ അവസരം ലഭിക്കാത്തത് കൊണ്ടുമല്ല, എന്തൊക്കെയോ താല്പര്യങ്ങളാണ് ഇത്തരക്കാരെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ ഇവര് ശരിക്കും എന്താ ചെയ്യുന്നത്? ഗുണകാംക്ഷിയെ തള്ളിപ്പറയുന്നു എന്നതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇവരെ സത്യത്തിലേക്ക് വിളിക്കുന്നവരെ ഇവർ തന്നെ തള്ളിപ്പറയുന്നു എന്നാണ് കാണാൻ സാധിക്കുക. അതാണ് വഹുവ യുദ്ആ ഇലൽ ഇസ്ലാം. ഇങ്ങനെ ഒരാള് സത്യത്തിലേക്ക് വാ എന്ന് പറയുമ്പോൾ ഞാൻ അസത്യത്തിലേ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുമ്പോൾ എന്താ സംഭവിക്കുക? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹു തആല ഇത്തരം അതിക്രമകാരികളെ, ക്രമം തെറ്റിക്കുന്നവരെ സന്മാർഗത്തിലാക്കുകയില്ല. അത് പ്രകൃതി വിരുദ്ധമായ നിലപാടാണ്, അല്ലെ? അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതാണ്. കാരണം ഒരാൾ സത്യത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കെ ആ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളെ സന്മാർഗത്തിലാക്കാൻ ആർക്ക് കഴിയും? തീർച്ചയായിട്ടും അയാള് അസത്യത്തിലും വഴികേടിലും ചെന്ന് പതിക്കുക എന്നത് തന്നെയാണ് ഒടുവിൽ സംഭവിക്കുന്നത്. അപ്പൊ ളുൽമ് ളാലിം എന്ന പ്രയോഗം നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. അതിലേറ്റവും അടിസ്ഥാനപരമായ ളുൽമ് ഈ പ്രപഞ്ചത്തിന്റെ ഏകനായ ശക്തിക്കെതിരിലുള്ള നിലപാടുകളാണ്. അതിലേറ്റവും ഗുരുതരം അവന് തുല്യരുണ്ട്, സമന്മാരുണ്ട്, പങ്കാളികളുണ്ട് എന്നുള്ള സങ്കല്പമാണ് എന്നുകൂടി ഇവിടെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത സൂക്തത്തില് അല്ലാഹു തആല വളരെ ഗൗരവതരമായ ഒരാശയം ഒന്നുകൂടി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.